സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 2017 ഓഗസ്റ്റിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 പരീക്ഷയുടെ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി അഥവാ സൈക്കോളജിയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ബുദ്ധിമാനവും വൈകാരികമാനവും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ പെടുന്നത് എ. ബുദ്ധിമാനം വൈകാരികത അനുഭവിക്കാനും വൈകാരികമാനം ചിന്തിക്കുവാനുമുള്ള കഴിവാണ്. ബി. ബുദ്ധിമാനം നേടിയെടുക്കാവുന്നതല്ല, എന്നാൽ വൈകാരികമാനം നേടിയെടുക്കാനാവും. സി. ഒരാളുടെ വൈകാരികമാനത്തിന്റെ തോത് ഉയർത്താനാവില്ല, എന്നാൽ ബുദ്ധിമാനത്തിന്റെ തോത് യഥേഷ്ടം ഉയർത്താം. ഡി. പോഷകമൂല്യമുള്ള ആഹാരം ബുദ്ധിമാനത്തെയും വൈകാരികമാനത്തെയും പോസിറ്റീവായി സ്വാധീനിക്കുന്നു. ഇതിൽ ബുദ്ധിമാനവും വൈകാരികമാനവും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ പെടുന്നതേത് എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ബി ആണ്. ബുദ്ധിമാനം നേടിയെടുക്കാവുന്നതല്ല, എന്നാൽ വൈകാരികമാനം നേടിയെടുക്കാനാവും. ബി ആണ് ഉത്തരം. 2. താഴെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ വെച്ച് ഭാഷാപരമായ ബുദ്ധിയുള്ള ഒരു കുട്ടിക്ക് നൽകാൻ പറ്റാത്ത പ്രവർത്തനം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ വെച്ച് ഭാഷാപരമായ ബുദ്ധിയുള്ള ഒരു കുട്ടിക്ക് നൽകാൻ പറ്റാത്ത പ്രവർത്തനം ഏതാണ്? എ. പ്രഭാഷണം. ബി. സംവാദം. സി. പ്രവചനം. ഡി. പദകളികൾ. ഉത്തരം സി ആണ്, പ്രവചനം. ചോദ്യം 3. സാമൂഹ്യ നിരീക്ഷണ പഠനത്തിലൂടെ പഠിക്കുവാൻ ഏറ്റവും അനുയോജ്യമായത് ഏത്? സാമൂഹ്യ നിരീക്ഷണ പഠനത്തിലൂടെ പഠിക്കുവാൻ ഏറ്റവും അനുയോജ്യമായത് ഏത്? എ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ. ബി. ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ. സി. കോശത്തിന്റെ ഘടന വരക്കുന്നത്. ഡി. കാലാവസ്ഥാ വ്യതിയാനം. ഉത്തരം സി ആണ്, കോശത്തിന്റെ ഘടന വരക്കുന്നത്. 4. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തത്വം പ്രായോഗിക തലത്തിൽ എത്തിക്കുവാൻ ഉതകുന്ന പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏതാണ്? വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തത്വം പ്രായോഗിക തലത്തിൽ എത്തിക്കുവാൻ ഉതകുന്ന പ്രവർത്തനങ്ങളിൽ പെടാത്തത്. എ. പഠനത്തോടൊപ്പം കളികളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുക. ബി. സംഘചർച്ചകൾക്കൊപ്പം വ്യക്തിപരമായ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുവാൻ കുട്ടികൾക്ക് അവസരം നൽകുക. സി. പ്രസംഗ പരിശീലനത്തിനും വായനയ്ക്കുമൊപ്പം യോഗാഭ്യാസം പഠിപ്പിക്കുക. ഡി. പാഠഭാഗം എളുപ്പത്തിൽ തീർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉത്തരം ഡി ആണ്, പാഠഭാഗം എളുപ്പത്തിൽ തീർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 5. തുടർച്ചയായതും സമഗ്രവുമായ മൂല്യനിർണയത്തിന് ഏറ്റവും അനുയോജ്യമായത് ഏത്? തുടർച്ചയായതും സമഗ്രവുമായ മൂല്യനിർണയത്തിന് ഏറ്റവും അനുയോജ്യമായത് ഏത്? എ. വിദ്യാലയാധിഷ്ഠിത മൂല്യനിർണയം. ബി. കുട്ടികൾ പരസ്പരം നടത്തുന്ന വിലയിരുത്തൽ. സി. ബാഹ്യ മൂല്യനിർണയം. ഡി. ഇവയൊന്നുമല്ല. ഉത്തരം എ ആണ്, വിദ്യാലയാധിഷ്ഠിത മൂല്യനിർണയം. തുടർച്ചയായതും സമഗ്രവുമായ മൂല്യനിർണയത്തിന് ഏറ്റവും അനുയോജ്യമായത് വിദ്യാലയാധിഷ്ഠിത മൂല്യനിർണയമാണ്. എ ആണ് ഉത്തരം. 6. ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ പറ്റിയ ഒരു ഉത്തമ പ്രവർത്തന രീതി ഏത്? ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ പറ്റിയ ഒരു ഉത്തമ പ്രവർത്തന രീതി ഏതാണ്? എ. ചാർട്ടുകൾ ഉപയോഗിച്ച് പഠിപ്പിക്കുക. ബി. സ്കൂളിനടുത്തുള്ള കുളം സന്ദർശിച്ച് നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുക. സി. പലതരം ആവാസ വ്യവസ്ഥകളുടെ ഒരു വീഡിയോ കാണിക്കുക. ഡി. സർവകലാശാലയിലെ ഒരു അധ്യാപകന്റെ ക്ലാസ് തരപ്പെടുത്തുക. ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ പറ്റിയ ഒരു ഉത്തമ പ്രവർത്തന രീതിയാണ് ചോദിച്ചത്. ഉത്തരം ബി ആണ്. സ്കൂളിനടുത്തുള്ള കുളം സന്ദർശിച്ച് നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുക.
ബി ആണ് ഏറ്റവും മികച്ച ഉത്തരം. 7. ബസ് സ്റ്റോപ്പിൽ നിൽക്കവേ ആദ്യം വന്ന മഞ്ഞ നിറമുള്ള ബസ് ഒരു സ്കൂൾ ബസ്സാണെന്ന് മനസ്സിലാക്കിയ കുട്ടി പിന്നീട് വന്ന 3-4 മഞ്ഞ ബസ്സുകളും സ്കൂൾ ബസ് തന്നെ ആവാമെന്ന് അനുമാനിച്ചു. സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്ത പ്രകാരം ഏത് തത്വമാണ് ഇവിടെ സംജാതമാകുന്നത്? ബസ് സ്റ്റോപ്പിൽ നിൽക്കവേ ആദ്യം വന്ന മഞ്ഞ നിറമുള്ള ബസ് ഒരു സ്കൂൾ ബസ്സാണെന്ന് മനസ്സിലായ കുട്ടി പിന്നീട് വന്ന 3-4 മഞ്ഞ ബസ്സുകളും സ്കൂൾ ബസ് തന്നെ ആവാം എന്ന് അനുമാനിച്ചു. സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്ത പ്രകാരം ഏത് തത്വമാണ് ഇവിടെ സംജാതമാകുന്നത്? എ. ശൃംഖലനം ചെയിനിങ്, ബി. വിവേചനം ഡിസ്ക്രിമിനേഷൻ, സി. സാമാന്യവൽക്കരണം ജനറലൈസേഷൻ, ഡി. പ്രബലനം റീഇൻഫോഴ്സ്മെന്റ്. ഉത്തരം സി ആണ്, സാമാന്യവൽക്കരണം ജനറലൈസേഷൻ. സാമാന്യവൽക്കരണം അഥവാ സി എന്ന ഓപ്ഷനാണ് ശരി. 8. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യങ്ങളിൽ പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠന വൈകല്യങ്ങളിൽ പെടാത്തത് ഏത്? എ. പ്രയോഗ വൈകല്യം അഥവാ ഡിസ്പ്രാക്സിയ, ബി. ആലേഖന വൈകല്യം ഡിസ്ഗ്രാഫിയ, സി. ഗണന വൈകല്യം ഡിസ്കാൽക്കുലിയ, ഡി. ഓട്ടിസം. ഇതിൽ പഠന വൈകല്യങ്ങളിൽ പെടാത്തതാണ് ചോദ്യം. ഉത്തരം ഡി ആണ്, ഓട്ടിസം. 9. ഏതെങ്കിലും ഒരു ഭാഷ സ്വായത്തമായാൽ പിന്നെ നമുക്ക് മറ്റേത് ഭാഷയും എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. കാരണം എല്ലാ ഭാഷകൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട്. ഭാഷകൾക്കിടയിലുള്ള ഈ പൊതു സ്വഭാവത്തെ ഏത് പേരിലാണ് നോം ചോംസ്കി വിശേഷിപ്പിച്ചത്? ഏതെങ്കിലും ഒരു ഭാഷ സ്വായത്തമായാൽ പിന്നെ നമുക്ക് മറ്റേത് ഭാഷയും എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. കാരണം എല്ലാ ഭാഷകൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട്. ഭാഷകൾക്കിടയിലുള്ള ഈ പൊതു സ്വഭാവത്തെ ഏത് പേരിലാണ് നോം ചോംസ്കി വിശേഷിപ്പിച്ചത്? എ. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ബി. ട്രാൻസ്ഫോർമേറ്റീവ് ഗ്രാമർ, സി. ജനറേറ്റീവ് ഗ്രാമർ, ഡി. യൂണിവേഴ്സൽ ഗ്രാമർ. ഉത്തരം ഡി ആണ്, യൂണിവേഴ്സൽ ഗ്രാമർ. എല്ലാ ഭാഷകൾക്കും ഇടയിലുള്ള ഈ പൊതു സ്വഭാവത്തെ നോം ചോംസ്കി വിശേഷിപ്പിച്ചത് യൂണിവേഴ്സൽ ഗ്രാമർ എന്നാണ്. 10. താഴെ കൊടുത്തവയിൽ ഒന്നൊഴികെ ബാക്കി എല്ലാറ്റിനും വ്യക്തി വ്യതിയാനങ്ങളെ കുറിച്ചുള്ള അറിവ് ഒരു അധ്യാപികയെ സഹായിക്കുന്നു. താഴെ കൊടുത്തവയിൽ ഒന്നൊഴികെ ബാക്കി എല്ലാറ്റിനും വ്യക്തി വ്യതിയാനങ്ങളെ കുറിച്ചുള്ള അറിവ് ഒരു അധ്യാപികയെ സഹായിക്കുന്നു. എ. വ്യത്യസ്ത ബോധന രീതികൾ അവലംബിക്കുവാൻ, ബി. വ്യത്യസ്ത തരത്തിലുള്ള ചുമതലകൾ ഏൽപ്പിക്കുവാൻ, സി. ഓരോ കുട്ടിയും നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ, ഡി. ഓരോ കുട്ടിയെയും മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുവാനും ഉയർന്ന മാർക്ക് വാങ്ങുവാൻ പ്രേരിപ്പിക്കുവാനും. ഉത്തരം ഡി ആണ്, ഓരോ കുട്ടിയെയും മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുവാനും ഉയർന്ന മാർക്ക് വാങ്ങുവാൻ പ്രേരിപ്പിക്കുവാനും. ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഡി ആണ് ഉത്തരം. 11. കൗമാര കാലഘട്ടത്തെ പ്രക്ഷുബ്ധതയുടെയും സ്ഥിരാക്ഷോഭങ്ങളുടെയും കൊടുങ്കാറ്റിന്റെയും കാലമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കൗമാര കാലഘട്ടത്തെ പ്രക്ഷുബ്ധതയുടെയും സ്ഥിരാക്ഷോഭങ്ങളുടെയും കൊടുങ്കാറ്റിന്റെയും കാലമെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എ. ഹോളിംഗ്വർത്ത്, ബി. സ്റ്റാൻലി ഹാൾ, ഡി. വുഡ്വർത്ത്, ഡി. മാർഗരറ്റ് മീഡ്. ഉത്തരം ബി ആണ്, സ്റ്റാൻലി ഹാൾ. സ്റ്റാൻലി ഹാൾ ആണ് കൗമാര കാലഘട്ടത്തെ പ്രക്ഷുബ്ധതയുടെയും സ്ഥിരാക്ഷോഭങ്ങളുടെയും കൊടുങ്കാറ്റിന്റെയും കാലമെന്ന് വിശേഷിപ്പിച്ചത്. ബി ആണ് ഉത്തരം. 12. യാതൊരു വിധത്തിലുള്ള പങ്കുവെക്കലുകളും നടക്കാതെ എത്ര നേരം വേണമെങ്കിലും കുട്ടികൾ കളിക്കുന്നത് കാണാം. സാമൂഹ്യ വികസനത്തിലെ പ്രധാന പങ്കുവഹിക്കുന്ന കുട്ടിക്കാലത്തെ ഇത്തരം കളികളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? യാതൊരു വിധത്തിലുള്ള പങ്കുവെക്കലുകളും നടക്കാതെ
എത്ര നേരം വേണമെങ്കിലും കുട്ടികൾ കളിക്കുന്നത് കാണാം. സാമൂഹ്യ വികസനത്തിലെ പ്രധാന പങ്ക് വഹിക്കുന്ന കുട്ടിക്കാലത്തെ ഇത്തരം കളികളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എ. സംഘകളികൾ, അസോസിയേറ്റീവ് പ്ലേ. ബി. സമാന്തര കളികൾ, പാരലൽ പ്ലേ. സി. ഏകാന്ത കളികൾ, സോളിറ്ററി പ്ലേ. ഡി. സഹകരണ കളികൾ, കോപ്പറേറ്റീവ് പ്ലേ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സമാന്തര കളികൾ, പാരലൽ പ്ലേ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 13. ബോർഡിൽ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം വരച്ച ശേഷം ഏതാണ് വലിയ നിരയെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ ഒന്നടങ്കം പറഞ്ഞു സൂപ്പർ മാർക്കറ്റിലേക്കുള്ളത് എന്ന്. പിയാഷെയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്ത പ്രകാരം ഈ കുട്ടികൾ ഏത് ഘട്ടത്തിലാണ്? ബോർഡിൽ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം വരച്ച ശേഷം ഏതാണ് വലിയ നിരയെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ ഒന്നടങ്കം പറഞ്ഞു സൂപ്പർ മാർക്കറ്റിലേക്കുള്ളത് എന്ന്. പിയാഷെയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്ത പ്രകാരം ഈ കുട്ടികൾ ഏത് ഘട്ടത്തിലാണ്? ഇവിടെ രണ്ട് വരികൾ കാണാമല്ലോ, രണ്ട് നിരകൾ. ഒന്ന് സൂപ്പർ മാർക്കറ്റിലേക്കുള്ളതാണ്, മറ്റൊന്ന് സിനിമാ തിയേറ്ററിലേക്കുള്ളതാണ്. സൂപ്പർ മാർക്കറ്റിലേക്കുള്ള നിര വലുതാക്കി വരച്ചിരിക്കുന്നു, സിനിമാ തിയേറ്ററിലേക്കുള്ളത് ചെറുതാക്കി വരച്ചിരിക്കുന്നു. രണ്ടിലും 4 പേര് ഇങ്ങനെ വരി നിൽക്കുന്നതാണ് കാണുന്നത്. പക്ഷേ കുട്ടികളോട് ഇതിൽ ഏതാണ് വലിയ നിര എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ മുകളിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്കുള്ളത് എന്ന് പറഞ്ഞു. പിയാഷെയുടെ വൈജ്ഞാനിക വികസന സിദ്ധാന്ത പ്രകാരം ഈ കുട്ടികൾ ഏത് ഘട്ടത്തിലാണ് എന്നാണ് ചോദ്യം. എ. ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ബി. മനോവ്യാപാര പൂർവഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. സി. രൂപാത്മക വ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഡി. ഇന്ദ്രിയശാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്. ഉത്തരം ബി ആണ്, മനോവ്യാപാര പൂർവഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 14. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വർഷം 3 കഴിഞ്ഞിട്ടും ഇതേവരെ എന്തു പഠിക്കണമെന്നോ എന്തായി തീരണമെന്നോ ഉള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സന്ധ്യ. എറിക് എറിക്സന്റെ മനോസാമൂഹിക വികസന സിദ്ധാന്ത പ്രകാരം കൗമാരക്കാരിയായ സന്ധ്യ അനുഭവിക്കുന്ന ഈ റോൾ സംശയത്തിന് കാരണം തൊട്ടു മുമ്പേയുള്ള കുട്ടിക്കാലത്ത് അവൾ അനുഭവിച്ച ഏത് പ്രതിസന്ധി മൂലമാണ്? ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വർഷം 3 കഴിഞ്ഞിട്ടും ഇതേവരെ എന്തു പഠിക്കണമെന്നോ എന്തായി തീരണമെന്നോ ഉള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സന്ധ്യ. എറിക് എറിക്സന്റെ മനോസാമൂഹിക വികസന സിദ്ധാന്ത പ്രകാരം കൗമാരക്കാരിയായ സന്ധ്യ അനുഭവിക്കുന്ന ഈ റോൾ സംശയത്തിന് കാരണം തൊട്ടു മുമ്പേയുള്ള കുട്ടിക്കാലത്ത് അവൾ അനുഭവിച്ച ഏത് പ്രതിസന്ധി മൂലമാണ്? എ. അവിശ്വാസം. ബി. ഒറ്റപ്പെടൽ. സി. അപകർഷത. ഡി. മുരടിപ്പ്. ഉത്തരം സി ആണ്, അപകർഷതയാണ്, ഇൻഫീരിയോറിറ്റി. സി ആണ് ഉത്തരം. 15. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒട്ടുമിക്ക ആശയങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഗാഗ്നെയുടെ പഠന ശ്രേണി പ്രകാരം ആശയ രൂപീകരണ ഘട്ടത്തിന് തൊട്ടു മുമ്പുള്ള ഏത് കഴിവ് സംജാതമാവാത്തതാണ് ഇതിനു കാരണം? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒട്ടുമിക്ക ആശയങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഗാഗ്നെയുടെ പഠനശ്രേണി പ്രകാരം ആശയ രൂപീകരണ ഘട്ടത്തിന് തൊട്ടു മുമ്പുള്ള ഏത് കഴിവ് സംജാതമാവാത്തതാണ് ഇതിന് കാരണം? എ. തത്വപഠനം, പ്രിൻസിപ്പിൾ ലേണിംഗ്. ബി. പ്രശ്നപരിഹാരം, പ്രോബ്ലം സോൾവിംഗ്. സി. സംജ്ഞാ പഠനം, സിഗ്നൽ ലേണിംഗ്. ഡി. ബഹുമുഖ വിവേചനം, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. ഉത്തരം ഡി ആണ്, ബഹുമുഖ വിവേചനം, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. 16.
ക്ലാസ്സിലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനായി ഒരു ടീച്ചർ ആ കുട്ടികളുടെ കൂടെ ചേരുകയും അവരുടെ കൂടെ പലതരം പരിപാടികളിൽ പങ്കുചേരുകയും ചെയ്തു. ഇവിടെ അധ്യാപിക അവലംബിച്ച രീതി ഏതാണ്? ക്ലാസ്സിലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാനായി ഒരു ടീച്ചർ ആ കുട്ടികളുടെ കൂടെ ചേരുകയും അവരുടെ കൂടെ പലതരം പരിപാടികളിൽ പങ്കുചേരുകയും ചെയ്തു. ഇവിടെ അധ്യാപിക അവലംബിച്ച രീതി ഏതാണ്? എ. ഭാഗഭാഗിത്വമല്ലാത്ത നിരീക്ഷണം, നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ബി. കേസ് സ്റ്റഡി. സി. ഭാഗഭാഗിത്വ നിരീക്ഷണം, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഡി. സാമൂഹ്യമിതി, സോഷ്യോമെട്രി. ഉത്തരം ഏതാണ്? ഭാഗഭാഗിത്വ നിരീക്ഷണമാണ്, അഥവാ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. കുട്ടികളുടെ കൂടെ ചേർന്നുകൊണ്ടാണല്ലോ അവരെ നിരീക്ഷിക്കുന്നത്. അതാണ് ഭാഗഭാഗിത്വ നിരീക്ഷണം, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. സി ആണ് ഉത്തരം. ഗിൽഫോർഡിന്റെ ബുദ്ധിഘടനാ മാതൃകയിൽ ഉൽപ്പന്നം എന്ന വിഭാഗത്തിൽ പെടാത്തത് ഏതാണ്? ഗിൽഫോർഡിന്റെ ബുദ്ധിഘടനാ മാതൃകയിൽ ഉൽപ്പന്നം എന്ന വിഭാഗത്തിൽ പെടാത്തത് ഏതാണ്? എ. രൂപം, വിഷ്വൽ. ബി. ഏകകങ്ങൾ, യൂണിറ്റ്സ്. സി. ബന്ധങ്ങൾ, റിലേഷൻസ്. ഡി. സംഹിതകൾ, സിസ്റ്റംസ്. ഉത്തരം എ ആണ്. രൂപം, വിഷ്വൽ. എ ആണ് ഉത്തരം. 18. വ്യവഹാരത്തെയും അനുഭവത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് നിർവചിച്ചതാരാണ്? വ്യവഹാരത്തെയും അനുഭവത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് നിർവചിച്ചത് ആരാണ്? എ. സ്കിന്നർ. ബി. കോഫ്ക. സി. ബ്രൂണർ. ഡി. ജെയിംസ് സുള്ളി. ഉത്തരം എ ആണ്, സ്കിന്നർ ആണ്. വ്യവഹാരത്തെയും അനുഭവത്തെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് നിർവചിച്ചത് സ്കിന്നർ ആണ്. എ ആണ് ഉത്തരം. 19. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വൈകാരിക ബുദ്ധി പരീക്ഷയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഇനം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വൈകാരിക ബുദ്ധി പരീക്ഷയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഇനം ഏത്? എ. യാഥാർത്ഥ്യത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ നിരന്തരം ചോദ്യം ചെയ്യാറുണ്ട്. ബി. ഞാൻ എൻ്റെ ചുറ്റുപാടുമുള്ള പ്രകൃതിയിലെ മാറ്റങ്ങൾ നിരന്തരം നിരീക്ഷിക്കാറുണ്ട്. സി. എനിക്ക് സന്ദർഭത്തിന് അനുയോജ്യമായി പെരുമാറുവാൻ കഴിയും. ഡി. വ്യത്യസ്ത തരത്തിലുള്ള ഗാനങ്ങൾ കേട്ട് അവയുടെ താളം തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കും. ഇതിലൊരു വൈകാരിക ബുദ്ധി പരീക്ഷയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഇനം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം സി ആണ്. എനിക്ക് സന്ദർഭത്തിന് അനുയോജ്യമായി പെരുമാറുവാൻ കഴിയും. സി ആണ് ഉത്തരം. 20. പുതിയ സ്കൂളിലേക്ക് മാറിയെങ്കിലും അശോകൻ പലപ്പോഴും പഴയ സ്കൂളിലെ ഓർമ്മകൾ വെച്ച് അവിടുത്തെ പോലെ പെരുമാറിപ്പോയി. തൊണ്ടേക്കിന്റെ ഏത് പഠന സിദ്ധാന്തമാണ് ഈ പ്രതിഭാസത്തെ വിശദീകരിക്കുന്നത്? പുതിയ സ്കൂളിലേക്ക് മാറിയെങ്കിലും അശോകൻ പലപ്പോഴും പഴയ സ്കൂളിലെ ഓർമ്മകൾ വെച്ച് അവിടുത്തെ പോലെ പെരുമാറിപ്പോയി. തൊണ്ടൈക്കിന്റെ ഏത് പഠന സിദ്ധാന്തമാണ് ഈ പ്രതിഭാസത്തെ വിശദീകരിക്കുന്നത്? എ. സന്നദ്ധതാ നിയമം. ബി. പരിശീലന നിയമം. സി. ഫല നിയമം. ഡി. സാമ്യ പ്രതികരണ നിയമം. ഉത്തരം ഡി ആണ്, സാമ്യ പ്രതികരണ നിയമം. ഡി ആണ് ഉത്തരം. 21. ഓമന ടീച്ചർ കുട്ടികളെ ഓരോ ആശയം പഠിപ്പിക്കുമ്പോഴും നിരവധി തരത്തിലുള്ള പഠനാനുഭവങ്ങൾ നൽകാറുണ്ട്. ഓമന ടീച്ചറെ സ്വാധീനിച്ചത് ആരുടെ സിദ്ധാന്തമായിരിക്കും? ഓമന ടീച്ചർ കുട്ടികളെ ഓരോ ആശയം പഠിപ്പിക്കുമ്പോഴും നിരവധി തരത്തിലുള്ള പഠനാനുഭവങ്ങൾ നൽകാറുണ്ട്. ഓമന ടീച്ചറെ സ്വാധീനിച്ചത് ആരുടെ സിദ്ധാന്തമായിരിക്കും? എ. കോൾബർഗ്. ബി. ഗാർഡ്നർ. സി. എറിക്സൺ. ഡി.
പിയാഷെ. ഉത്തരം ബി ആണ്, ഗാർഡനർ. ഗാർഡനറുടെ സിദ്ധാന്തമാണ് ടീച്ചറെ സ്വാധീനിച്ചിട്ടുണ്ടാവുക. 22. ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് ഒരനുഗ്രഹമായി. എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് കാഴ്ചകൾ കാണുവാൻ സാധിച്ചു. ഹോംവർക്ക് ചെയ്യാതെ ക്ലാസ്സിൽ വന്ന കുട്ടിയെ ക്ലാസ്സിന് വെളിയിൽ നിർത്തിയതിന് അവൻ പറഞ്ഞ വാദമാണിത്. ഇവിടെ കുട്ടി അവലംബിച്ച സമായോജന തന്ത്രം ഏതാണ്? ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് ഒരനുഗ്രഹമായി. എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് കാഴ്ചകൾ കാണുവാൻ സാധിച്ചു. ഹോംവർക്ക് ചെയ്യാതെ ക്ലാസ്സിൽ വന്ന കുട്ടിയെ ക്ലാസ്സിന് വെളിയിൽ നിർത്തിയതിന് അവൻ പറഞ്ഞ വാദമാണിത്. ഇവിടെ കുട്ടി അവലംബിച്ച സമായോജന തന്ത്രം ഏതാണ്? എ. യുക്തീകരണം, റാഷണലൈസേഷൻ. ബി. നിഷേധം, ഡെനിയൽ. സി. ഉദാത്തീകരണം, സബ്ലിമേഷൻ. ഡി. അനുപൂരണം, കോമ്പൻസേഷൻ. ഉത്തരം എ ആണ്, യുക്തീകരണം. റാഷണലൈസേഷൻ ആണ് അഥവാ യുക്തീകരണമാണ് ഈ കുട്ടി അവലംബിച്ച സമായോജന തന്ത്രം. എ ആണ് ശരിയായ ഓപ്ഷൻ. 23. പ്രശാന്തത, നിരുത്സാഹത, മന്ദത, ചുറുചുറുക്കില്ലായ്മ, പ്രത്യേക താല്പര്യമില്ലായ്മ എന്നിവ ഷൈജുവിന്റെ ചില സ്വഭാവ വിശേഷങ്ങളാണ്. ഹിപ്പോക്രാറ്റസിന്റെ അഭിപ്രായത്തിൽ ഷൈജു ഏത് തരം വ്യക്തിത്വത്തിന്റെ ഉടമയാണ്? പ്രശാന്തത, നിരുത്സാഹത, മന്ദത, ചുറുചുറുക്കില്ലായ്മ, പ്രത്യേക താല്പര്യമില്ലായ്മ എന്നിവ ഷൈജുവിന്റെ ചില സ്വഭാവ വിശേഷങ്ങളാണ്. ഹിപ്പോക്രാറ്റസിന്റെ അഭിപ്രായത്തിൽ ഷൈജു ഏത് തരം വ്യക്തിത്വത്തിന്റെ ഉടമയാണ്? എ. ആത്മവിശ്വാസമുള്ള. ബി. ഉദാസീനമായ. സി. മുൻകോപമുള്ള. ഡി. സദാ വിഷാദിയായ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉദാസീനമായ. ഉദാസീനമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഷൈജു. ബി ആണ് ഉത്തരം. 24. സങ്കുലിത വിദ്യാഭ്യാസം എന്നാൽ, സങ്കുലിത അഥവാ ഇൻക്ലൂസീവ് വിദ്യാഭ്യാസം എന്നാൽ എന്താണ്? എ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ സ്പെഷ്യൽ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ബി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ ഒരു തരത്തിലുമുള്ള വിദ്യാഭ്യാസവും നൽകാതെ മാറ്റി നിർത്തുന്നത്. സി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ സാധാരണ സ്കൂളിൽ പ്രത്യേക മുറിയിൽ ഇരുത്തി പഠിപ്പിക്കുന്നത്. ഡി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ സാധാരണ സ്കൂളിൽ മറ്റ് കുട്ടികളോടൊപ്പം സാധാരണ രീതിയിൽ പഠിപ്പിക്കുന്നത്. ഉത്തരം ഡി ആണ്. സങ്കുലിത വിദ്യാഭ്യാസം എന്നാൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ സാധാരണ സ്കൂളിൽ മറ്റ് കുട്ടികളോടൊപ്പം സാധാരണ രീതിയിൽ പഠിപ്പിക്കുന്നതാണ് സങ്കുലിത വിദ്യാഭ്യാസം. 25. വിമർശനാത്മക ചിന്ത പരിപോഷിപ്പിക്കുവാൻ തീർത്തും അനുയോജ്യമല്ലാത്ത അധ്യാപന രീതി ഏതാണ്? വിമർശനാത്മക ചിന്ത പരിപോഷിപ്പിക്കുവാൻ തീർത്തും അനുയോജ്യമല്ലാത്ത അധ്യാപന രീതി ഏതാണ്? എ. സംവാദം. ബി. ചർച്ച. സി. ബ്രെയിൻ സ്റ്റോമിംഗ്. ഡി. ഭാഷണ രീതി. വിമർശനാത്മക ചിന്ത പരിപോഷിപ്പിക്കുവാൻ തീർത്തും അനുയോജ്യമല്ലാത്ത അധ്യാപന രീതി ഏതാണെന്നാണ് ചോദ്യം. അത് ഉത്തരം ഡി ആണ്, ഭാഷണ രീതി. അഥവാ ഒരു പ്രഭാഷണം പോലെ അല്ലെങ്കിൽ ഒരു പ്രസംഗം പോലെ മറ്റതിലൊക്കെ കുട്ടികൾ കൂടി പങ്കെടുക്കുന്ന ഒരു രീതിയാണ്. സംവാദം, ചർച്ച, ബ്രെയിൻ സ്റ്റോമിംഗ്, ഇതിലൊക്കെ കുട്ടികൾക്ക് കൂടി പങ്കാളിത്തമുണ്ട്. മറ്റത് ഒരു പ്രഭാഷണ ശൈലിയാണ്. അപ്പം അതാണ് വിമർശനാത്മക ചിന്ത പരിപോഷിപ്പിക്കാൻ അനുയോജ്യമല്ലാത്തത്. ഡി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 26. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുടെ പ്രത്യേകതയിൽ പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുടെ പ്രത്യേകതയിൽ പെടാത്തത് ഏതാണ്? എ. അയവില്ലായ്മ, റിജിഡിറ്റി. ബി. വാഗ്വിലാസം, ഫ്ലുവൻസി. സി. വഴക്കം, ഫ്ലെക്സിബിലിറ്റി. ഡി. മൗലികത, ഒറിജിനാലിറ്റി. ഉത്തരം
എ ആണ്. അയവില്ലായ്മ അത് സർഗാത്മകതയുടെ പ്രത്യേകതയിൽ പെടാത്തതാണ്. അപ്പോൾ ബാക്കി മൂന്നും സർഗാത്മകതയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ്. വാഗ്വിലാസം അഥവാ ഫ്ലുവൻസി, വഴക്കം അഥവാ ഫ്ലെക്സിബിലിറ്റി, മൗലികത അഥവാ ഒറിജിനാലിറ്റി. അങ്ങനെയും ചോദ്യം വരാവുന്നതാണ്. അത് പ്രത്യേകം ഓർത്തു വെക്കുക. 27 കുട്ടികളിൽ പ്രശ്ന നിർദ്ധാരണ ശേഷി വികസിപ്പിച്ചെടുക്കണമെങ്കിൽ കുട്ടികളിൽ പ്രശ്ന നിർദ്ധാരണ ശേഷി വികസിപ്പിച്ചെടുക്കണമെങ്കിൽ കുട്ടികൾ ആദ്യമായിട്ട് എന്താ വേണ്ടത്? എ. പ്രശ്നത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ബി. ആവശ്യമായ ദത്തശേഖരണം നടത്തണം. സി. പരികൽപ്പനകൾ രൂപീകരിക്കണം. ഡി. പരികൽപ്പനകൾ ദൃഢീകരിക്കണം. ഇതിലേതാണ് ആദ്യം വേണ്ടത്? ആദ്യം വേണ്ടത് ഓപ്ഷൻ എ ആണ്. പ്രശ്നത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഒരു പ്രശ്നത്തെക്കുറിച്ച്, ഒരു പ്രോബ്ലത്തെക്കുറിച്ചാണ് കുട്ടി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രശ്നം, ഈ പ്രോബ്ലം എന്താണ് എന്നാണല്ലോ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെയാണ് അത് സംബന്ധമായിട്ടുള്ള ഡാറ്റകളൊക്കെ ശേഖരിക്കേണ്ടത്, അല്ലെ, പരികൽപ്പനകൾ രൂപീകരിക്കേണ്ടതൊക്കെ അതിനുശേഷമാണ്. അപ്പോൾ ആദ്യം വേണ്ടത് പ്രശ്നത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടായിരിക്കുക, പ്രശ്നത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നതാണ്. എ ആണ് ശരിയായ ഉത്തരം. 28 ആൺകുട്ടികളെ മാത്രം ക്ലാസ് ലീഡറാക്കാനും സ്കൂൾ ലീഡറാക്കാനും ഒരു സ്കൂൾ സ്റ്റാഫ് മീറ്റിംഗ് തീരുമാനിച്ചു. ഇത് ആൺകുട്ടികളെ മാത്രം ക്ലാസ് ലീഡറാക്കാനും സ്കൂൾ ലീഡറാക്കാനും ഒരു സ്കൂൾ സ്റ്റാഫ് മീറ്റിംഗ് തീരുമാനിച്ചു. ഇത് എ. പുരോഗമനാത്മക കാൽവയ്പാണ്. ബി. ആഗോള മാറ്റങ്ങൾക്കനുസൃതമാണ്. സി. വ്യക്തമായ ലിംഗവിവേചനമാണ്. ഡി. പ്രായോഗികമായതാണ്. ഏതാണ്? സി ആണ് ഉത്തരം. വ്യക്തമായ ലിംഗവിവേചനമാണ്. ആൺകുട്ടികളെ മാത്രം സ്കൂൾ ലീഡറും ക്ലാസ് ലീഡറും ഒക്കെ ആക്കുക എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായ ലിംഗവിവേചനമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 29 അർത്ഥവത്തായ വാചിക പഠനം എന്ന രീതി അവലംബിച്ചത് ആരാണ്? അർത്ഥവത്തായ വാചിക പഠനം എന്ന രീതി അവലംബിച്ചത് ആര്? എ. വൈഗോട്സ്കി, ബി. പിയാഷെ, സി. ഓസുബെൽ, ഡി. ബ്രൂണർ. ഉത്തരം ഏതാണ്? ഉത്തരം സി ആണ്, ഓസുബെൽ. ഓസുബെലാണ് അർത്ഥവത്തായ വാചിക പഠനം എന്ന രീതി അവലംബിച്ചത്. ഉത്തരം സി ആണ്. 30ാമത്തെ ചോദ്യം. മനുഷ്യന്റെ ദ്വിതീയ ആവശ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? മനുഷ്യന്റെ ദ്വിതീയ ആവശ്യങ്ങളിൽ പെടാത്തത് ഏത്? എ. ആഹാരത്തിനുള്ള ആവശ്യം. ബി. അംഗീകാരത്തിനുള്ള ആവശ്യം. സി. സ്നേഹിക്കുവാനുള്ള ആവശ്യം. ഡി. ആത്മസാക്ഷാത്കാരത്തിനുള്ള ആവശ്യം. ഇതിൽ ദ്വിതീയ ആവശ്യങ്ങളിൽ പെടാത്തത് ഏതാണ് എന്നാണ് പറയേണ്ടത്. ഉത്തരം എ ആണ്, ആഹാരത്തിനുള്ള ആവശ്യം. അത് ദ്വിതീയ ആവശ്യമല്ല, ആഹാരത്തിനുള്ള ആവശ്യം. എ എന്ന ഓപ്ഷനാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം.